റെസ്പെക്റ്റ്, ബഹുമാനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ നമ്മുടെ ഒക്കെ ലൈഫിൽ. നമ്മളെല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം. ഓരോ ഹ്യൂമൻ ബീയിങ്ങും ഇൻഡിവിജ്വൽ ആയിട്ടുള്ളവരാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവ്, അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓരോരോ ക്യാരക്ടറാണ് അല്ലേ. എല്ലാവരെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം, റെസ്പെക്റ്റ് ചെയ്തിരിക്കണം. പ്രത്യേകിച്ച് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? നമ്മുടെ പാർട്ട്ണറെ. അത് ഗേൾ ആയിക്കോട്ടെ ബോയ് ആയിക്കോട്ടെ. ചിലരുടെ ഒരു വിചാരമുണ്ട് പെൺകുട്ടികളെ ബഹുമാനിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആൺകുട്ടികളെ മാത്രം ബഹുമാനിച്ചാൽ മതി, റെസ്പെക്റ്റ് ആൺകുട്ടികൾക്ക് കൊടുത്താൽ മതി എന്നുള്ളതൊക്കെ. ആ ധാരണയൊന്നും ദയവ് ചെയ്ത് മാറ്റി വെക്കുക. നമ്മളായിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാർട്ട്ണർ, അത് ആൺകുട്ടിയോ പെൺകുട്ടിയോ ആയിക്കോട്ടെ, അവരെ റെസ്പെക്റ്റ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. റെസ്പെക്റ്റ്ലെസ് ആയിട്ട് നമ്മൾ പെരുമാറാനേ പാടില്ല. അപ്പോൾ ഈ റെസ്പെക്റ്റ് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം, എങ്ങനെ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെയൊക്കെ തിരുത്താം എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ ഇടയിലുള്ള റെസ്പെക്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ പാർട്ട്ണർ അടുത്ത് അവരെ ഇൻസൾട്ട് ചെയ്യുന്ന വാക്കുകൾ ഉപയോഗിക്കാണ്ടിരിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കണം. മേ ബി നിങ്ങൾ പറയുന്നത് ഒരു ഇൻസൾട്ടായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കില്ല, ഒരു ഗിൽറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കില്ല. എന്താ ഈ ഒരു ചെറിയ വേർഡിൽ എന്താ ഇത്ര ഇരിക്കുന്നു എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ കേൾക്കുന്ന നിങ്ങളുടെ പാർട്ട്ണർക്ക് അത് ഗിൽറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നു, അല്ലാന്നുണ്ടെങ്കിൽ അതൊരു ഇൻസൾട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് അങ്ങനത്തെ വാക്കുകൾ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ കോൺവെർസേഷനിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ഫിസിക്കൽ അബ്യൂസ്, നിങ്ങൾ എന്തെങ്കിലും സാധനം എടുത്ത് എറിയുക, തല്ലുക, പിച്ചുക, നുള്ളുക, ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ. മേ ബി നിങ്ങളൊരു ഫണ്ണായിട്ട് നിങ്ങൾ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പാർട്ട്ണർക്ക് മേ ബി അങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. മേ ബി അത് എൻജോയ് ചെയ്യുന്നവരുണ്ടായിരിക്കാം. എൻജോയ് ചെയ്യുന്നവരുടെ കേസ് ഇതിൽ പെടില്ല കേട്ടോ. എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് അതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഓക്കെ. ചിലർക്ക് ചിലപ്പോൾ അതൊന്നും താല്പര്യം ഉണ്ടായിരിക്കില്ല. എന്തോ റെസ്പെക്ട്ഫുള്ളി എന്താ പെരുമാറുന്നത് എന്നുള്ളൊരു സംഭവം വരാൻ ചാൻസ് ഉണ്ട്. മേ ബി അവർക്ക് വേദന എടുക്കുന്നുണ്ടായിരിക്കും, മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ വേദന എടുക്കുന്നുണ്ടായിരിക്കും. മേ ബി പറയാണ്ടിരിക്കുന്നതായിരിക്കും പാർട്ട്ണർ അല്ലേ വിചാരിച്ചിട്ട്. അപ്പം നിങ്ങൾ ആദ്യമേ ചോദിച്ച് മനസ്സിലാക്കി ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ, എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യേണ്ട. ഫിസിക്കലായിട്ട് ഇങ്ങനെ വേദനിപ്പിക്കുന്ന ചിലപ്പോൾ ഇഷ്ടമല്ല, ഫണ്ണായിട്ട് തല്ലുന്നത് ഇഷ്ടമില്ലാത്തവരുണ്ടായിരിക്കും, ഫണ്ണായിട്ട് പറയുന്നത് ഇൻസൾട്ട് ചെയ്യുന്നത് ഇഷ്ടമില്ലാത്തവരുണ്ടായിരിക്കും. സോ അത് മനസ്സിലാക്കി പെരുമാറാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാനായിട്ട് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് മ്യൂച്വലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മീഡിയം ലെവൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. എന്ത് വിളിക്കണം, ആ സമയത്ത് എന്ത് വേർഡ് യൂസ് ചെയ്യണം, അങ്ങനത്തെ രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ പരസ്പരം ഒരു ധാരണയിൽ കണ്ടെത്തിയിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. അതിനനുസരിച്ച് സംസാരിക്കുക. അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ, ഒട്ടും റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ സംസാരിക്കാൻ നോക്കരുത്. ഇനിയിപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു പ്രൈവറ്റ് ടൈമിൽ നിങ്ങൾ ചിലപ്പം എന്തെങ്കിലും റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിൽ ഏജൊക്കെ മറന്ന് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിളിക്കുന്നോ സംസാരിക്കുന്നോ ഉണ്ടെങ്കിൽ ആ സമയം മാറ്റിയിട്ട് ആ സമയത്ത് നിങ്ങൾക്ക് എന്തും വിളിക്കാം, അത് വിഷയമുള്ളതല്ല. പക്ഷെ ഒരു ഫാമിലി ഫ്രണ്ട്സൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് കോൺഷ്യസ്ലി ബെറ്റർ ആക്കാനായിട്ട് നോക്കുക. കാരണം അത് മേ ബി പാർട്ട്ണർക്ക് ഇഷ്ടമുണ്ടാവില്ല. എല്ലാവരും ഇരിക്കുന്ന സമയത്ത് എന്ത് വിളിക്കണം, എന്ത് പറയണം എന്നുള്ളത് ചില പാർട്ട്നേഴ്സിന് കുറച്ച് അവെയർ ആയിരിക്കും ആ വിഷയത്തിൽ. സോ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പെരുമാറുക. ചിലർ പ്രൈവറ്റ് ആയിരിക്കുന്ന സമയത്ത് ഡാഡി എന്നൊക്കെ വിളിക്കുന്നവരുണ്ടായിരിക്കും, എന്താടി എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടായിരിക്കും. ചിലപ്പോൾ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ കൂടുന്ന സമയത്ത് ഒരാൾക്ക് ചിലപ്പോൾ അത് താല്പര്യം ഉണ്ടായിരിക്കും, ഒരാൾക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട്, ചിലർ കേൾക്കുന്നവർ തെറ്റായിട്ട് വിചാരിക്കുന്ന ഒരു പാർട്ട്ണർ ഉണ്ടായിരിക്കും അല്ലെ, കോൺഷ്യസ്ലി അവർക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടായിരിക്കില്ല. സോ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ റെസ്പെക്ട്ഫുൾ രീതിയിൽ സംസാര ശൈലി കൊണ്ടുപോകാനായിട്ട് നോക്കും. അതുപോലെ നിങ്ങളുടേതായിട്ടുള്ള പാർട്ട്നേഴ്സിൻ്റെതായിട്ടുള്ള കുറേ പ്രൈവറ്റ് സീക്രട്സ് ഉണ്ടായിരിക്കും അല്ലെ. ചിലപ്പോൾ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ പാർട്ട്ണർ ആരോടത്തും പറയാത്ത ചില സീക്രട്സ് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ പ്രൈവറ്റ് ടൈമിൽ ചിലപ്പോൾ നിങ്ങളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്തും ആയിക്കോട്ടെ, ഈ ഒരു ഷെയർ ചെയ്ത സീക്രട്ട് എന്ന് പറയുന്നൊരു കാര്യം നിങ്ങളുടെ ഒരു വിശ്വാസമാണ്, നിങ്ങളുടെ ബോണ്ടാണ്. അല്ലാതെ നിങ്ങൾ നശിപ്പിക്കരുത്. നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫാമിലി ആയിക്കോട്ടെ, ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അവരടുത്ത് നിങ്ങൾ പറയാൻ നോക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും വഴക്കിടുന്ന സമയത്ത് ഇത് വെച്ച് നിങ്ങൾ ബ്ലെയിം ചെയ്യരുത്. ഇത് സീക്രട്ട് എന്ന് പറഞ്ഞാൽ സീക്രട്ടായിരിക്കണം. അതിന് യാതൊരുവിധ ഭൂമികുലുക്കം വന്നാൽ പോലും നിങ്ങളത് പുറത്ത് സംസാരിക്കാൻ പാടില്ല. ഒരു തേർഡ് പേഴ്സൺ കേൾക്കുന്ന രീതിയിലോ നിങ്ങൾ രണ്ടുപേരും വഴക്കിടുന്ന സമയത്ത് പോലും അത് പുറത്ത് വരാണ്ടിരിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. ആ ശ്രദ്ധ എന്ന് പറയുന്നത് നിങ്ങൾ അവർ കൊടുത്ത അല്ലെങ്കിൽ അവരുടെ ട്രസ്റ്റിന് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണ്, ആ ഒരു ബോണ്ടിന് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും, ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടായിരിക്കും, വഴക്ക് ചിലപ്പം വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ വിധ കാര്യങ്ങളൊന്നും നിങ്ങളുടെ കുട്ടികളുടെ മുന്നിൽ വെച്ചോ, നിങ്ങളുടെ ഫാമിലിയുടെ മുന്നിൽ വെച്ചോ, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ വെച്ചോ,
ചുരുക്കി പറഞ്ഞ പബ്ലിക് ഇന്ന് നിങ്ങൾ രണ്ടുപേരല്ലാണ്ട് മൂന്നാമതൊരാൾ കേൾക്കുന്ന രീതിക്ക് ഡിസഗ്രിമെന്റ്സും വഴക്കുകളൊന്നും പോകാണ്ടിരിക്കാൻ നിങ്ങൾ മാക്സിമം നോക്കുക. ഈ ഒരു പബ്ലിക്കിൻ്റെ ഇടയിൽ നിന്ന് വഴക്കിടുമ്പോൾ ഒരു വിഷയം എന്താ വെച്ചാൽ നമ്മുടെ റിലേഷൻഷിപ്പിന് ഒരു റെസ്പെക്റ്റ് ഉണ്ടാവില്ല, നമ്മൾക്കൊരു റെസ്പെക്റ്റ് കിട്ടില്ല, നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാല്യൂ കുറയും, സ്നേഹം പോലും നമ്മൾ മറന്നിട്ട് സംസാരിക്കും. അപ്പോൾ ആ സിറ്റുവേഷൻസ് ഒക്കെ ഒഴിവാക്കാനാണ് വേണ്ടി പറയുന്നത്. നിങ്ങൾ എപ്പോഴും ഒരു തേർഡ് പേഴ്സന്റെ മുന്നിലിട്ട് ഈ ഒരു വഴക്കിടലും അഭിപ്രായ വ്യത്യാസങ്ങളും വരാണ്ടിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് കൊടുക്കേണ്ട ഒരു വാല്യൂ ആണത്, റെസ്പെക്റ്റ് ആണത്. അതുപോലെ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണ് ഇരിക്കുന്നത് അല്ലേ, ലൈഫ് ലോങ് ഒരുമിച്ച് പോവേണ്ട ആൾക്കാരാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് അഭിപ്രായങ്ങൾ എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ, എന്ത് ഒപ്പീനിയൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർ അടുത്തും കൂടെ ഒരു അഭിപ്രായം ചോദിക്കുന്നത് വളരെ നന്നായിരിക്കും. എന്തെങ്കിലും ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് വെക്കുകയാണ് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്ത് അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡോ, കാരണം നമുക്ക് തോന്നുന്ന പോലെ ആയിരിക്കില്ല വേറൊരാൾക്ക് തോന്നുന്നുണ്ടായിരിക്കും അല്ലേ. സോ നമുക്ക് ആ ഒരു പോസിറ്റീവ് നെഗറ്റീവ്സ് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണറെ കൺസിഡർ ചെയ്യണം ആ ടൈമിൽ നിങ്ങൾ ചെയ്യുന്നത് അല്ലേ. നിങ്ങൾ കൂടെ ഒരാൾ ജീവിക്കുന്നുണ്ട്, ആ ഒരാളെ റെസ്പെക്റ്റ് ചെയ്യാണ് നിങ്ങൾ ചെയ്യുന്നത്, കൺസിഡർ ചെയ്യാണ് ചെയ്യുന്നത്. നിങ്ങൾ പരിഗണിക്കണം, ഓഫ്കോഴ്സ് പരിഗണിക്കണം. നിങ്ങൾ അഭിപ്രായം ചോദിക്കാം, ചോദിച്ചിട്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒരു തീരുമാനം എടുക്കാനാണ് നോക്കേണ്ടത്. ഒരിക്കലും ഒരു പാർഷ്യാലിറ്റി കാണിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ കോൺഫിഡൻറ്റ് കാട്ടിയിട്ട് സ്വയം എന്തൊക്കെയോ ചെയ്ത് കൂട്ടാനോ നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങൾ രണ്ടുപേരും ഒന്നാണ്, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വേണം ഏത് തീരുമാനം എടുക്കാനെന്നുള്ള ഒരു ധാരണയിൽ വേണം, പരസ്പര ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിനി ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, പെൺകുട്ടികൾ മാത്രമേ അഭിപ്രായം ചോദിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല, ആൺകുട്ടികൾക്കും ചോദിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം. നിങ്ങളുടെ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ അവിടെ നിങ്ങൾക്കൊരു ഈഗോയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റിയോ ഒന്നും ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങൾ ചോദിച്ചു വേണം ചെയ്യാനായിട്ട്. ചിലരുണ്ട് അങ്ങനെ ചോദിക്കാത്ത എത്രയോ കപ്പിൾസ് ഉണ്ട്. കാരണം അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല, എൻ്റെ സെൽഫ് ഫ്രീഡം അല്ലേ അത്, എൻ്റെ അഭിപ്രായമല്ലേ, ഞാൻ ചെയ്യട്ടെ. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ആ പാർട്ട്ണർക്ക് അവിടെ യാതൊരു വിധ വിലയും ഇല്ല, റെസ്പെക്റ്റും ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ രണ്ടുപേരും ഒന്നാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഏതൊരു അഭിപ്രായം എടുക്കുമ്പോഴും ഒരു ഒപ്പീനിയൻ നിങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ എന്തെങ്കിലും കോൺവെർസേഷൻ ഇരിക്കുന്ന സമയത്ത് എപ്പോഴും ഐ ടു ഐ കോണ്ടാക്ട് വെച്ചിട്ട് വേണം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. വെറുതെ ചുമ്മാ ഇതിലൂടെ വിടുന്ന രീതിക്ക് ആവരുത്. ഐ ടു ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യുക, ഹൃദയം കൊണ്ട് കേൾക്കുക. ചിലരുണ്ട് ഫോൺ ഇങ്ങനെ നോണ്ടിക്കൊണ്ട് ആ പറഞ്ഞോ ഞാൻ കേൾക്കേണ്ടത് നിങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ ഫോൺ നോണ്ടിരിക്കും. ചിലർ ടി വി കണ്ടുകൊണ്ട് ആ പറഞ്ഞോ കേൾക്കുന്നുണ്ട് പറയും. അങ്ങനെയൊന്നും നിങ്ങൾ ദയവേത് ചെയ്യരുത്. എന്തെങ്കിലും സീരിയസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫിസിക്കലി ഇരുന്ന് വേണം സംസാരിക്കാനായിട്ട് കേട്ടോ. അതുപോലെ തന്നെ ഫ്ലേർട്ടിങ്, ഒരിക്കലും നിങ്ങളുടെ പാർട്ട്ണർ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ ഒരാളുമായിട്ട് ഫ്ലേർട്ട് ചെയ്യാൻ നിൽക്കരുത്. അതിന് ചാറ്റിലൂടെ ആയിക്കോട്ടെ നേരിട്ടായിക്കോട്ടെ ഫ്ലേർട്ട് ചെയ്യരുത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ഇല്ലാണ്ടാക്കുന്ന പോലെയാണ്. ചിലവർ രണ്ടുപേരും കോൺഷ്യസ്ലി അറിഞ്ഞിട്ട് ചെയ്യുന്നവരുണ്ട്, ഓക്കെ. പക്ഷെ അറിയാതെ ചെയ്യുന്നവരുടെ വിഷയമാണ് പറയുന്നത്. അവളില്ലല്ലോ അല്ലെങ്കിൽ അവനില്ലല്ലോ ഞാൻ ചെയ്തോട്ടെ എന്ന് പറയുന്നവരുണ്ട്. ഇൻ ഫ്യൂച്ചർ അത് എവിടെയെങ്കിലും നിങ്ങളെ നെഗറ്റീവായിട്ടേ ബാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു വഴക്കിടുന്ന സമയത്ത് പോലും ഇത് ചിലപ്പോൾ ഒരു വിഷയമായിട്ട് വന്നേക്കാം. സോ എത്രയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാലും ഫ്ലേർട്ടിങ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒഴിവാക്കാനായിട്ട് നോക്കുക. പ്രത്യേകിച്ച് നമ്മുടെ പാർട്ട്ണർ നമ്മുടെ കൂടെ ഇല്ലാത്ത സമയത്ത്. ഓക്കെ. അതുപോലെ 4 പേര് കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഫാമിലി ആയിക്കോട്ടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ സമയത്ത് നമ്മുടെ പാർട്ട്ണറെ നമ്മൾ കളിയാക്കുന്ന സിറ്റുവേഷൻസ് വരാറുണ്ട്. പക്ഷെ അതൊരു കളിയാക്കലല്ല, നമ്മൾ അപമാനിക്കുന്നതിന് തുല്യമാണ് അല്ലേ. ചുമ്മാ കളിയാക്കി എന്തെങ്കിലുമൊക്കെ വേർഡ് ഇട്ടിട്ട് ഇങ്ങനെ എല്ലാവർക്കും ഇട്ട് കൊടുക്കുന്ന രീതിക്ക് നമ്മളെല്ലാവരും ഒരുപോലെ കളിയാക്കി ചിരിക്കുന്ന സിറ്റുവേഷൻസ് വരാറുണ്ട്. അതൊന്നും ചെയ്യാണ്ടിരിക്കുക. ചിലർക്ക് അതൊന്നും താല്പര്യം ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ കമ്പയർ ചെയ്യുക, നമ്മുടെ പാർട്ട്ണറെ വേറൊരാളുമായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യുക. അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, നിങ്ങളും ഉണ്ട് ഒരാളിങ്ങനെ, അല്ലെങ്കിൽ അവൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നീയും ഉണ്ട് ഒരാളിങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. കാരണം അവർ പെരുമാറുന്ന രീതിയൊക്കെ വേറെയാണ്, നമ്മുടെ പാർട്ട്ണർ വളർന്നു വന്ന സാഹചര്യം വേറെയാണ്, അവരുടെ ക്യാരക്ടർ വേറെയാണ്, ബിഹേവിയർ വേറെയാണ്, പേഴ്സണാലിറ്റി വേറെയാണ്. എല്ലാ വ്യക്തികളും ഒരുപോലെ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ലവ് ലാംഗ്വേജ് ഉണ്ടായിരിക്കും, ജീവിതശൈലി ഉണ്ടായിരിക്കും, നിങ്ങളുടെ കൂടെ ജീവിക്കും, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരുമിച്ച് പോകുന്നുണ്ടായിരിക്കും. എന്നിട്ടും നിങ്ങൾ വേറൊരാളെ വെച്ച് കമ്പയർ ചെയ്യാന്ന് പറയുന്നത് വളരെ വേസ്റ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണറെ മുന്നിൽ വെച്ച് നിങ്ങൾ വേറൊരാളെ പൊക്കി പറയുക. പ്രത്യേകിച്ച് നിങ്ങളുടെ പാർട്ട്ണർ ഒരാണാണെന്നുണ്ടെങ്കിൽ വേറൊരാളിനെ കുറിച്ച് നിങ്ങളുടെ പാർട്ട്ണറെ മുന്നിൽ വെച്ച് നിങ്ങൾ പൊക്കി പറയുക. അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ വേറൊരു പെൺകുട്ടിയെ കുറിച്ച് നിങ്ങളുടെ പാർട്ട്ണറെ മുന്നിൽ വെച്ച് നിങ്ങൾ പൊക്കി പറയുക. അങ്ങനത്തെ വിഷയങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക. അപ്പോൾ അവർക്കൊരു സെൽഫ് വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ പിന്നെ എന്തിന് എന്നുള്ളൊരു തോട്ടിലോട്ട് വരും അത് അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണർക്ക് ഒരു സ്നേഹമില്ല എന്നൊക്കെയാണ് അവർ വിചാരിച്ച് വെക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ റിലേഷൻ
റിലേഷൻഷിപ്പ് ഒരു തെറ്റായ രീതിയിലോട്ട് മാറും, തെറ്റിദ്ധാരണ വരാനുള്ള ചാൻസസ് അവിടെ കൂടുതലാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം, സൗന്ദര്യപ്പണക്കത്തിലൊക്കെ വളർത്തിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ വിഷയമായിട്ട് വരും. ഇതൊക്കെ നമ്മൾ അറിയാത്തതാണ്, ഇതൊക്കെ വിഷയമായിട്ട് വരും. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ മാക്സിമം അതുപോലെ ഒരിക്കലും ഒരു ത്തിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നത് പോലെ നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങൾ സംസാരിക്കരുത്. ഒരു ഡോമിനൻസ് പവറിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കും പോലെ സംസാരിക്കരുത്. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് ഈക്വൽ ആയിരിക്കണം. ഈക്വൽ ഫ്രീഡം, ഈക്വൽ ഒപ്പീനിയൻസ്, ഈക്വൽ ആയിട്ടുള്ള എല്ലാ കാര്യവും നിങ്ങൾ ഒരുപോലെ ആയിരിക്കണം. നിങ്ങളൊന്നാണെന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അല്ലാണ്ട് ഞാനെന്തോ വലുത്, നീ എന്തോ ചെറുത്, എൻ്റെ സാലറി കൂടുതൽ, നിൻ്റെ സാലറി കുറവ്, നീ വീട്ടിലിരിക്കുന്നു, ഞാൻ ജോലിക്ക് പോകുന്നു, അങ്ങനത്തെ ധാരണകളൊന്നും വേണ്ട. അവർ വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അവർ ബിസിയാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ബിസി ആവുന്നത്. ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ടാണ് ആ പാർട്ട്ണർ ബിസി ആയിട്ടുള്ളത്, ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ബിസി എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് വേണം. വർക്ക് പ്രഷർ ആണെന്നുണ്ടെങ്കിലും സാലറി ആണെന്നുണ്ടെങ്കിലും അതൊന്നും ഒരു ഫാക്ടറേ അല്ല. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട്. ഒരിക്കലും ഒരു അധികാരത്തിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഒരിക്കലും സംസാര രീതി കൊണ്ടുപോകരുത്, ഒരാണും പെണ്ണോ ആയിക്കോട്ടെ കേട്ടോ. ഇതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രത്യേകം പറയാനുള്ളത്. നമുക്കൊരാൾക്കും നമ്മുടെ പാർട്ട്ണറെ സൈഡാക്കിക്കൊണ്ട് വേറൊരാളെ പൊക്കി പറയുന്നത് അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടോളന്നില്ല. അതും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളായിരിക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി റെസ്പെക്റ്റ്ഫുൾ ആയിരിക്കണം, ബഹുമാനിക്കണം. എന്ത് കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രിഷ്യേറ്റ് ചെയ്യാൻ നിങ്ങൾ മടിക്കരുത്. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക. പ്രോപ്പറായിട്ട് ഓപ്പൺ കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ ഏർപ്പെടുക. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഇരുന്ന് എല്ലാം സംസാരിച്ച് തീർക്കാനായിട്ട് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.